കുടുംബത്തിൻ്റെ സമാധാനം ഇല്ലാതാക്കുന്ന രീതിയിൽ ചെറുതും വലുതുമായ വിഷയങ്ങൾ ഇങ്ങനെ കുടുംബത്ത് ഉണ്ടാക്കിക്കൊണ്ട് കുടുംബത്തിൻ്റെ സമാധാനം കളയുന്ന ചില സ്ത്രീകൾ. ഒരു സംഭവം പറയാം. ഒരു വീട്ടിൽ ഒരു അപ്പനും അമ്മയ്ക്കും 3 പെൺകുട്ടികളുണ്ട്. മൂത്ത പെൺകുട്ടിയെ വിവാഹം ചെയ്ത് അയച്ചു കൊടുത്തു. 2 വർഷം കഴിഞ്ഞു. ഒരു കുഞ്ഞുണ്ട്. ഈ 2 വർഷം കഴിഞ്ഞതിന് ശേഷം, ഇടയ്ക്കൊക്കെ വരുന്നുണ്ടായിരുന്നു, 2 വർഷം കഴിഞ്ഞതിന് ശേഷം ഈ പെൺകുട്ടി സ്വന്തം വീട്ടിലേക്ക് കടന്നു വന്നു. വളരെ സന്തോഷമായിരുന്നു. അങ്ങനെ വൈകുന്നേര സമയമായപ്പോൾ ജോലി കഴിഞ്ഞ് പിതാവും തിരിച്ചെത്തിയ സമയത്ത് വാതിലെ മുട്ടുന്നു. വാതിൽ തുറക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ സ്ത്രീ പ്രതികരിക്കുക ഭർത്താവിനോട്. വൈകുന്നേരം എത്ര പ്രാവശ്യം ഞാൻ നിങ്ങളെ വിളിച്ചു, ഇവള് വന്ന വിവരം ഒന്ന് നിങ്ങളെ വിളിച്ചറിയിക്കാൻ വേണ്ടി എത്ര പ്രാവശ്യം ഞാൻ ഫോൺ ചെയ്തു, എന്താ ഫോൺ എടുക്കാത്തത്? വൈകുന്നേരം എന്തൊക്കെയാ മേടിച്ചുകൊണ്ട് വരേണ്ടത്? പച്ചക്കറിയോ ഇല്ലെങ്കിൽ ഇറച്ചിയോ മീനോ എന്താ മേടിക്കേണ്ടതെന്ന് ഒന്ന് പറയണമെങ്കിൽ നിങ്ങളൊന്ന് ഫോൺ എടുത്താലല്ലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവർ പുറത്തുകൊണ്ട് ഇവരിങ്ങനെ വഴക്കുണ്ടാക്കാൻ തുടങ്ങി. 3 പേരോടും വർത്താനം പറഞ്ഞതിന് ശേഷം പുള്ളി അകത്തേക്ക് അങ്ങ് പോയി. അപ്പം ഈ മൂത്ത പെണ്ണ്, കല്യാണം കഴിഞ്ഞ മൂത്ത പെണ്ണ് ചോദിച്ചു, അമ്മ ഇത്ര വർഷമായിട്ടും സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ലല്ലോ. ഞാൻ വിവാഹത്തിന് മുമ്പ് ഇവിടുന്ന് പോകുന്ന സമയത്ത് ഇതുപോലെ ജോലി കഴിഞ്ഞ് വരുന്ന അച്ഛനെ ഇതുപോലെ സ്ഥിരമായിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞ് സ്വസ്ഥത കെടുത്തുമായിരുന്നു. അമ്മയ്ക്ക് ഇന്നും ആ സ്വഭാവം തന്നെയാണല്ലോ. അന്നേരം ഈ സ്ത്രീ പറഞ്ഞു, ഇവരുടെ അമ്മ പറഞ്ഞു, നിനക്കറിയത്തില്ല, ഇങ്ങനെ ഞാൻ ഓരോ കാര്യങ്ങളും പിടിച്ച് വെച്ച് സംസാരിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് കൊണ്ടാണ് ഇന്നും ഈ കുടുംബം ഒരു കുഴപ്പവുമില്ലാതെ മുന്നോട്ട് പോകുന്നത്. പെട്ടെന്ന് ഈ പെൺകുട്ടി പറഞ്ഞു, അമ്മയ്ക്ക് തെറ്റിപ്പോയി. അമ്മയ്ക്കൊരു തോന്നലുണ്ട്, അമ്മ ഇങ്ങനെ വാശി പിടിച്ച് വഴക്കുണ്ടാക്കി ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് കൊണ്ടാണ് ഈ കുടുംബം ഇങ്ങനെ പോകുന്നതെന്ന് അമ്മ ഓർത്തിരിക്കുന്നു. പക്ഷെ അതല്ല അതിൻ്റെ സത്യം. ഓരോ കാര്യങ്ങളും പറഞ്ഞ് വീട്ടിൽ വഴക്കുണ്ടാകുന്ന സമയത്ത് അച്ഛനൊന്നും മറുപടി പറയാതിരിക്കുമ്പോൾ അമ്മ വിചാരിക്കും, ഒന്നുകിൽ അച്ഛൻ വളരെ പാവമാണ്, ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സൈഡിൽ തെറ്റുകൾ ഉള്ളത് കൊണ്ട് സ്വയം ആ തെറ്റുകളെ മനസ്സിലാക്കുന്നത് കൊണ്ട് മിണ്ടാതിരിക്കുന്നെന്നാണ് അമ്മ ഓർത്തിരിക്കുന്നത്. പക്ഷെ അതല്ല അതിൻ്റെ സത്യം. അച്ഛനറിയാം എനിക്ക് 3 പെൺമക്കളുണ്ട്. ഞാൻ ഭാര്യ പറയുന്നതിന് ഓരോന്നിനും ഞാൻ മറുപടി കൊടുത്ത് ഒരു വഴക്ക് അവിടെ സൃഷ്ടിക്കുകയായിരുന്നെങ്കിൽ ഈ കുടുംബത്തിൻ്റെ ആ സമാധാനത്തിൻ്റെ അന്തരീക്ഷം അത് നഷ്ടപ്പെട്ടു പോകും. അച്ഛൻ അങ്ങനെ മിണ്ടാതിരുന്നത് കൊണ്ടാണ് ഈ കുടുംബം ഇന്നും നല്ല രീതിയിൽ പോകുന്നത്. മിണ്ടാതിരിക്കുന്നതിൻ്റെ മറ്റൊരു കാരണമെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ പക്വതയുള്ളതുകൊണ്ടും വിവരമുള്ളതുകൊണ്ടുമാണ് നിശബ്ദനായിരിക്കുന്നത്. അപ്പോൾ അമ്മ പറഞ്ഞു, നീ എന്താ ഇപ്പം ഇങ്ങനെ പറയുന്നത്? കല്യാണത്തിന് മുമ്പ് നീ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, വിവാഹം കഴിഞ്ഞതിന് ശേഷം നീ അങ്ങ് ആകെ മാറിപ്പോയി. ആ പെൺകുട്ടി പറഞ്ഞു, വിവാഹത്തിന് ശേഷമാണ് കുടുംബം എന്താണ്, ഭാര്യ ഭർത്തൃ ബന്ധം എന്താണെന്ന് ഞാൻ അറിഞ്ഞത്. വിവാഹത്തിന് മുമ്പ് അമ്മ എന്താണോ ഞങ്ങളെ പറഞ്ഞ് ധരിപ്പിച്ച് വെച്ചിരുന്നത് അത് ഞങ്ങൾ വിശ്വസിച്ചു. അച്ഛനെക്കുറിച്ച് അമ്മ എന്താണോ ഞങ്ങളോട് പറഞ്ഞു തന്നത് അതാണ് ശരിയെന്ന് ഞങ്ങൾ വിശ്വസിച്ചു. പെൺകുട്ടി പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതുപോലെ ഒരു സംഭവം ഉണ്ടായ സമയത്ത് ഞാൻ കണ്ടതാ അച്ഛൻ ഒറ്റയ്ക്ക് ഇരുന്ന് വിഷമിക്കുന്നതും കണ്ണുകൾ നിറഞ്ഞ് ആ കണ്ണ് തുടച്ചുകൊണ്ട് എഴുന്നേറ്റ് പോകുന്നത് നമ്മളെല്ലാം വിചാരിച്ചിരുന്നത് അച്ഛൻ്റെ മനസ്സിന് വളരെ കട്ടിയാണ്. പക്ഷെ അത്രയും കട്ടി ഉള്ള മനസ്സിനെ പോലും വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ തകർക്കുന്ന രീതിയിലുള്ള സംഭാഷണങ്ങളും വഴക്കുകളുമാണ് ഈ വീട്ടിൽ അമ്മയുണ്ടാക്കുന്നത്. അത് അമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ടോ? വീട്ടിൽ ഇന്ന് വരെ എന്തിനെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ? ഒരു നല്ല വീടുണ്ടാക്കി നല്ല രീതിയിൽ എന്നെ വിവാഹം ചെയ്ത് അയച്ചു കൊടുത്തു. അതുമാത്രമല്ല, ഇളയ 2 പേരെയും വളരെ നന്നായിട്ട് അച്ഛൻ പഠിപ്പിക്കുന്നു. ഇതെല്ലാം ചെയ്തത് അച്ഛൻ കഴിവില്ലാത്ത ഒരച്ഛനായിരുന്നെങ്കിൽ ഇതെല്ലാം എങ്ങനെ അച്ഛനെ കൊണ്ട് ചെയ്യാൻ കഴിയുമായിരുന്നു? ജോലിയുടെ ഉത്തരവാദിത്വം, ജോലിയുടെ സ്ട്രെസ്, പിന്നെ ബോസിൻ്റെ ശകാരം, ഇതിൻ്റെ എല്ലാം നടുവിൽ ഇതെല്ലാം സഹിച്ചുകൊണ്ട് തളർന്ന് വീട്ടിലേക്ക് വരുന്ന സമയത്താണ് അമ്മയുടെ ഈ വാക്കുകൾ. ഇതിൻ്റെ എല്ലാം നടുവിൽ ആർക്കും ഒരു കുറവും വരുത്താത്ത രീതിയിൽ ഇന്ന് വരെ അച്ഛൻ നടത്തി.
ഇതുപോലെയാണ് ഇന്ന് പല സ്ത്രീകളും കുടുംബത്ത് പെരുമാറുന്നത്. സത്യത്തിൽ രുചിയുള്ള ഭക്ഷണം ഇല്ലെങ്കിൽ ജീവിത സൗകര്യങ്ങൾ ഇതിനേക്കാളും ഒക്കെ ഉപരിയായിട്ട് വേണ്ടത് ഒരു വ്യക്തിക്ക് ആ വീട്ടിൽ സമാധാനമാണ്. സദൃശവാക്യങ്ങൾ 17:1 പറയുന്നത്, കലഹത്തോടു കൂടി ഒരു വീട് നിറയെ ഭോജനത്തിലും സ്വസ്ഥതയോടു കൂടി ഒരു കഷണം ഉണങ്ങിയ അപ്പം ഏറ്റവും നല്ലത്. സദൃശവാക്യങ്ങൾ 21:19 പറയുന്നത്, ശണ്ഠയും ദുർശീലവുമുള്ള സ്ത്രീയോടു കൂടെ പാർക്കുന്നതിലും നിർജ്ജന പ്രദേശത്ത് പോയി പാർക്കുന്നത് നല്ലത്.